ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള ഒരു തക്കാളി രസം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു റെസിപ്പി എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് കരുതി. അതിനായിട്ട് ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടിയാണ്. ഇനി ഇതിൻ്റെ കൂടെ ഒരു 2-3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് വേണ്ടതനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു 5-6 കഷ്ണം വെളുത്തുള്ളിയും കൂടെയാണ്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സി മൂടി വെച്ചിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. പുളി പിഴിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. മൺചട്ടി നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉലുവായും കൂടെ ഇട്ട് കൊടുക്കാം. ഉലുവായും കൂടെ പൊട്ടിയതിന് ശേഷം 2-3 വറ്റൽമുളകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. വറ്റൽമുളകൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുരുമുളകും ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഒരു തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല. അതിന് പകരം വേപ്പില ചേർത്താലും മതിയാവും. പക്ഷേ മല്ലിയില ചേർക്കുമ്പോൾ രസത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ തിളച്ച് ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു രസം മാത്രം മതി വയറ് നിറച്ചും ചോറുണ്ണാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ രസം വളരെ പെട്ടെന്ന് എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.